കൊല്ലം കുലശേഖരപുരത്ത് നഴ്സിംഗ് വിദ്യാർത്ഥി ജീവനൊടുക്കി. കരുനാഗപ്പള്ളി ആദിനാട് സ്വദേശി അഹമ്മദ് നജാദിനെയാണ് ഇന്നലെ രാത്രി വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോളേജിൽ നിന്ന് വിഷമത്തിലാണ് മകൻ വീട്ടിലെത്തിയതെന്ന് കുടുംബം പറയുന്നു. അഹമ്മദ് നജാദിന്റെ മരണത്തിൽ അധ്യാപകർക്ക് പങ്കുണ്ടെന്ന് ആരോപിച്ച് ഓച്ചിറ പരബ്രഹ്മ നഴ്സിംഗ് കോളേജിൽ SFI പ്രതിഷേധം നടത്തി. ദൃശ്യങ്ങൾ കാണാം. സൂര്യഗായത്രി കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സൂര്യ, ഈ വിദ്യാർത്ഥി ജീവനൊടുക്കാൻ ഇടയായ സംഭവം എന്തെന്നാണ് കുടുംബം ആരോപിക്കുന്നത്? ഒപ്പം തന്നെ ഇതിൽ അധ്യാപകരുടെ പങ്ക് എങ്ങനെയെന്നാണ് ഇവർ SFI ഉൾപ്പെടെയുള്ള സംഘടനകൾ ആരോപിക്കുന്നത്? ഈ ആദിനാട് സ്വദേശി അഹമ്മദ് നജാദിനെ ഇന്നലെ രാത്രിയാണ് തൂങ്ങിമരിച്ച നിലയിൽ കാണുന്നത്. ഇന്നലെ രാത്രി 10:30 സംഭവം. കോളേജിൽ നിന്ന് വിഷമത്തിലാണ് മകൻ വീട്ടിലെത്തിയത് എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. പരീക്ഷയ്ക്ക് തോറ്റുപോയെന്നും ടീച്ചർ വഴക്ക് പറഞ്ഞെന്നും ഇനി പരീക്ഷ എഴുതിക്കില്ലെന്നും അമ്മയോട് നജാദ് പറഞ്ഞിരുന്നതായിട്ട് ബന്ധു തന്നെ പറയുന്നു. പിന്നീട് റൂമിൽ പഠിക്കാൻ കയറിയതാണ് അഹമ്മദ് നജാദ്. ഏറെ സമയം കഴിഞ്ഞിട്ടും പുറത്തേക്ക് വരാത്തതിനെ തുടർന്ന് കതക് മുട്ടി വിളിച്ചു നോക്കി. പക്ഷേ ഒരു അനക്കവും ഇല്ലാത്തതിനെ തുടർന്ന് ഒരു സുഹൃത്തിനെ അമ്മ വിളിച്ചു വരുത്തുകയും കതക് ചവിട്ടി പൊളിച്ച് അകത്ത് കയറുമ്പോൾ നജാദിനെ തൂങ്ങിമരിച്ച നിലയിൽ മുറിക്കുള്ളിൽ തന്നെ കാണുകയുമായിരുന്നു എന്നുള്ളതാണ്. ഈ സംഭവത്തിൽ ഇന്നിപ്പോൾ കോളേജിൽ വലിയ തരത്തിലുള്ള ഓച്ചിറയിലെ നഴ്സിംഗ് കോളേജിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം SFIയുടെ നേതൃത്വത്തിൽ നടന്നു എന്നുള്ളതാണ്. അതായത് ഈ നജാദിനൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ തന്നെ തങ്ങൾക്കും ഈ അധ്യാപകരുടെ ഭാഗത്തു നിന്ന് സമ്മർദ്ദം ഉണ്ടാകാറുണ്ട്, അധ്യാപകർ പരീക്ഷയ്ക്ക് ഇരുത്തില്ല എന്നുള്ള ഭീഷണികൾ ഉണ്ടായിട്ടുണ്ട് എന്നത് പറയുന്നുണ്ട്. അതേ തുടർന്നാണ് SFI ഈ വലിയ തരത്തിലുള്ള പ്രതിഷേധം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ വിദ്യാർത്ഥിയുടെ മരണത്തിന് കാരണം അധ്യാപകർ തന്നെയാണ്. അധ്യാപകരെ പിരിച്ചുവിടണം. 4 അധ്യാപകരുടെ പേരുകളാണ് പറയുന്നത്. അവരെ പിരിച്ചുവിട്ട് അവർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നുള്ളൊരു ആവശ്യം ഉയർത്തിക്കൊണ്ടാണ് നഴ്സിംഗ് കോളേജിലേക്ക് SFI പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നിലവിൽ അധ്യാപകർക്കെതിരെ കൃത്യമായിട്ട് പരിശോധിച്ച് നടപടിയെടുക്കുമെന്നുള്ള അധികൃതരുടെ ഉറപ്പിൽ പ്രതിഷേധം അവസാനിച്ചിട്ടുണ്ട്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള അന്വേഷണം കരുനാഗപ്പള്ളി പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. അസ്വാഭാവിക മരണത്തിനാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. ആ കേസിൽ അന്വേഷണം തുടരുകയാണ്. ഇനി ബന്ധുക്കളുടെയും അതുപോലെ തന്നെ ഈ അധ്യാപകരുടെയും അടക്കം മൊഴികൾ രേഖപ്പെടുത്തിക്കൊണ്ടായിരിക്കും പോലീസ് കൂടുതൽ നടപടികളിലേക്ക് നീങ്ങുക. ഇതുവരെയും വ്യക്തമായിട്ടുള്ള ഒരു കാരണം വന്നിട്ടില്ല എന്നുള്ളതാണ്. ഈ പ്രതിഷേധങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പരിശോധനകളും അന്വേഷണവും ഊർജിതമാക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ശരി, എന്തായാലും ദൗർഭാഗ്യകരമാണ്. വലിയ വേദനയാണ് ഇങ്ങനെ വിദ്യാർത്ഥികൾ, കുട്ടികൾ ഈ രീതിയിൽ ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ള വാർത്ത തന്നെ വായിക്കുമ്പോൾ. എന്തായാലും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരവുമല്ല എന്ന കാര്യം അറിയുക. ഇവിടെ എന്താണ് ഇത്രയും വലിയ മാനസിക സംഘർഷം ഉണ്ടാക്കിയ കാരണം എന്നുള്ളത് കൃത്യമായി അന്വേഷിക്കണം. അതിന് പോലീസ് ആ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് കൂടി അറിയുന്നു. സൂര്യഗായത്രിയാണ് കൊല്ലത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.